മസ്ജിദുൽ ഹറമിൽ നിന്ന് തെല്ലിമാറി സ്ഥിതി ചെയ്യുന്ന ജന്നത്തുൽ മുഅല്ലമയുടെ ചാരത്തുള്ള സ്ഥലമാണ് ഹജൂൻ. അവിടെ കാണാം ഒരു പള്ളി, മസ്ജിദുൽ ജിന്ന്. പലരും തെറ്റിദ്ധരിച്ചതുപോലെ ജിന്നുകൾ നിർമ്മിച്ചതല്ലാതെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിന്നുകൾക്ക് വിശുദ്ധ ഖുർആൻ സന്ദേശം കൈമാറുകയും അവരോട് സംസാരിക്കുകയും ചെയ്ത സ്ഥലത്തെ ആ സ്മരണയ്ക്കു വേണ്ടി പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് മസ്ജിദുൽ ജിന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇസ്ലാം പഠിച്ച 7 ജിന്നുകൾ ബത്നുൻ നഖായിൽ നിന്ന് അവരുടെ സമൂഹത്തിലേക്ക് മുന്നറിയിപ്പുമായി ചെന്നു. അതേ തുടർന്ന് 300 പേരടങ്ങുന്ന ഒരു സംഘം ജിന്നുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. അവർ ഹജൂനിലെത്തിയപ്പോൾ കൂട്ടത്തിൽ നിന്നൊരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു, അങ്ങയെ കാത്തു ഒരു സംഘം ജിന്നുകൾ ഹജൂനിലുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തു, രാത്രി ഒരു സമയം അവിടെ എത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, ഇന്ന് രാത്രി ജിന്നുകൾക്ക് ഖുർആൻ ഓതി കൊടുക്കാനും മുന്നറിയിപ്പ് നൽകാനും എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. ആരുണ്ട് എന്റെ കൂടെ വരാൻ? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തയ്യാറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയി. ആ സംഭവം മഹാനവറുകൾ വിശദീകരിക്കുന്നു. ഞങ്ങൾ ഹജൂനിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലുകൊണ്ട് ഒരു വൃത്തം വരച്ച് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവിടെ നിൽക്കണം, എവിടെയും പോകരുത്, അല്ലാത്ത പക്ഷം അന്ത്യനാൾ വരെ നിന്നെ ഞാൻ കാണില്ല. പിന്നീട് ആറ്റിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. ശക്തമായ ബഹളം കേൾക്കുന്നുണ്ട്. എനിക്കാദിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? എന്റെ ഭയം വർദ്ധിച്ചു വന്നു. കുറച്ചു സമയം പിന്നിട്ടപ്പോൾ മേഘപാളികൾ പോലെ അവർ പോയി മറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വന്നു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ വല്ലതും കണ്ടോ? ഞാൻ പറഞ്ഞു, അതെ, സുഡാനികളാണെന്ന് തോന്നിക്കുന്ന ഒരു തരം കറുത്ത ആളുകളെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസീബിലെ ജിന്നുകളാണവർ. അപ്പോൾ ഞാൻ ചോദിച്ചു, ശക്തമായ ബഹളം കേട്ടല്ലോ, അങ്ങേക്ക് വല്ലതും സംഭവിച്ചോ എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. അവസാനം അങ്ങയുടെ വടി കൊണ്ടിരിക്കാൻ ആവശ്യപ്പെട്ടതും അവരെ ശാന്തരാക്കുന്നതും കണ്ടു. എന്തായിരുന്നു കാരണം? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിന്നുകൾക്കിടയിൽ ഒരു കൊലപാതകം നടന്നിരുന്നു. അതിൽ വിധി പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ സത്യമായ വിധി പ്രസ്താവം നടത്തി. അപ്പോൾ മസ്ഊദ് തങ്ങൾ ചോദിച്ചു, 2 വലിയ ശബ്ദം കേട്ടല്ലോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, ഒന്ന് ഞാൻ സലാം ചൊല്ലിയപ്പോൾ അവർ മടക്കിയതാണ്. 2 അവർ ഭക്ഷണം ചോദിച്ചു. അവർക്ക് എല്ലും അവരുടെ മൃഗങ്ങൾക്ക് ഉണങ്ങിയ കാഷ്ടവും ഭക്ഷണമായി ഞാൻ നിശ്ചയിച്ചു കൊടുത്തു. ഹലാലായി അറുക്കപ്പെട്ട മൃഗങ്ങളുടെ എല്ല് കാണുമ്പോൾ വിശ്വാസികളായ ജിന്നുകൾക്ക് അതിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നു. കാഷ്ടം അതിനു കാരണമായ ധാന്യമായി പച്ചക്കറികളായി അവരുടെ മൃഗങ്ങൾക്ക് ഭവിക്കുന്നു. അതിനാൽ ഇവ രണ്ടും നിങ്ങൾ ശൗചം ചെയ്യാൻ ഉപയോഗിക്കരുത്. മഹാനായ മഅൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പിതാവ് മസ്റൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, വിശുദ്ധ ഖുർആൻ കേൾക്കാനായി ജിന്നുകൾ വന്ന രാത്രി അവരുടെ ആഗമനം ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചതാരാണ്? അദ്ദേഹം പറഞ്ഞു, അന്ന് ആ സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിന്നുകളുടെ വരവിനെ കുറിച്ച് പറഞ്ഞത് മരങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവിടുത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ.